ഹലോ ഗായ്സ്, വെൽക്കം ടു ഡേ 3 ഇൻ കോപ്പൻഹാഗൻ. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ കോപ്പൻഹാഗൻ ഡെൻമാർക്കിൻ്റെ തൊട്ടടുത്ത് സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. അപ്പോൾ ഈ സ്വീഡനിലേക്ക് നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്റ്റേറ്റ് കിടക്കുന്ന ഒരു ലാഘവത്തോടെ നമുക്കൊരു കൺട്രി കിടക്കാൻ പറ്റും ഇവിടെ. അതാണ് യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ചെക്ക് പോസ്റ്റോ ഇമിഗ്രേഷൻ ഒന്നും നമുക്ക് കറങ്ങാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അപ്പോൾ നമ്മുടെ യൂഷ്വൽ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ ഒരു ഓസോറോപോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മെട്രോ പിടിച്ച് പോയിട്ട് അവിടുന്ന് നമ്മുടെ വലിയ ട്രെയിൻ പിടിച്ചിട്ട് മാൽമോ എന്ന് പറഞ്ഞ സ്വീഡൻ്റെ ഒരു അത്യാവശ്യം കുഴപ്പമില്ല 3rd ബിഗ്ഗസ്റ്റ് സിറ്റിയോ മറ്റുമാണ്, അവിടേക്ക് പോവാണ്. ഈ പോകുന്ന റൂട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ പോകുന്നത് ഓസറണ്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയില്ല. ഓസറണ്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജാണ്, ഭയങ്കര വേൾഡ് ഫേമസ് ആണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് പകുതി അണ്ടർ വാട്ടറും പകുതി മുകളിൽ കൂടെയും ഒരു അണ്ടർഗ്രൗണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് മിക്കപ്പോഴും വല്ല നാഷണൽ ജോഗ്രഫിക്കിലോ അല്ലെങ്കിൽ വല്ല ഇൻ്റർനെറ്റിലോ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആണ്. ഈ ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ പോകുന്നത്. പറ്റുമെങ്കിൽ ഈ ബ്രിഡ്ജിനെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും സ്പോട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഇനി വരും കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് മെട്രോ M3. ഈ മെട്രോ M3 കോപ്പൻഹാഗനിൽ ഒരു സർക്കുലർ ലൂപ്പാണ്. അപ്പം മെയിൻ സ്പോട്ട്സൊക്കെ കവർ ചെയ്യണമെങ്കിൽ ഈ M3 ആണ് നമ്മുടെ ഹെൽപ്ഫുൾ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഭയങ്കര ദൂരമല്ല നമ്മൾ താമസിക്കുക, അതുകൊണ്ട് നമുക്ക് M3ക്ക് ഒരു ഷോർട്ട് ആക്സസ് ഉണ്ട്. അപ്പം M3യിൽ കയറിയിട്ടാണ് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ട്രാവൽ ചെയ്ത് M3 വഴിയാണ്. ഇവിടുത്തെ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ ഭയങ്കര റഷൊന്നും ഞങ്ങൾ ഫീൽ ചെയ്തില്ല. പിന്നെന്താ, നല്ല വൃത്തിയും നല്ലൊരു ടെക്നോളജിയും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൊടുത്ത ബിൽഡിങ്സാണ്. പിന്നെ ഇവിടെ ഒരു ബുദ്ധിമുട്ടല്ല, ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ സൈക്കിള് എല്ലാവരും ലിഫ്റ്റിലും മെട്രോയിലൊക്കെ കയറ്റും. പക്ഷേ അത് റഷ് അവേഴ്സിൽ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി അതിനും റെസ്ട്രിക്ഷൻ ഉണ്ട്. അലൗഡ് അവേഴ്സിൽ മാത്രമേ സൈക്കിള് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടുത്തെ മൊത്തത്തിൽ കോപ്പൻഹാഗൻ നല്ലൊരു സിറ്റിയാണ്. വൃത്തിയും സെക്യൂരിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഉള്ളൊരു സിറ്റിയാണ് കോപ്പൻഹാഗൻ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ പ്ലാറ്റ്ഫോം സ്പോർട്ട് ട്രാക്ക് 3 ഇവിടെയാണ് മാൽമോയിലേക്കുള്ള ട്രെയിൻ വരുന്നത്. ഇതാ ഈ കാണുന്ന കാൽമാർ സി എന്ന് പറഞ്ഞ ട്രെയിനിലാണ് നമ്മൾ കയറി പോകേണ്ടത് സ്വീഡനിലേക്ക്. ഇത് സ്വീഡനിലേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രെയിൻ വരുമെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇവിടുത്തെ കോപ്പൻഹാഗനിൽ സാധാ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ അവിടുത്തെ പോലെ തന്നെയാണ്, ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ട്രെയിൻ നല്ല ഹൈ ക്ലാസ് സൂപ്പർ സ്പീഡ് ട്രെയിൻസാണ്. ഭയങ്കര വൃത്തിയുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ ക്യാമറാസ് ഉണ്ട്, ഭയങ്കര ഹൈലി സെക്യൂരിറ്റിയാണ്. പക്ഷെ ഒരു പോലീസുകാരനെയോ അതുപോലെ സെക്യൂരിറ്റി ഒന്നും കാണാനില്ല. ടിക്കറ്റ് നമുക്ക് പല വിധത്തിൽ ബുക്ക് ചെയ്യാം, ഇവിടെ വന്നിട്ട് എടുക്കാം. പല ആപ്പുകളുണ്ട്, 24 hour ട്രിപ്പ് എടുക്കാൻ പറ്റും. ഞങ്ങളിപ്പം ബുക്ക് ചെയ്തിരിക്കുന്നത് സ്കാൻട്രേനിയൻ. ഞാനത് വീഡിയോയിൽ കൊടുക്കാം, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വായിൽ കിട്ടുന്നില്ല. അത് ഒരാൾക്ക് 24 പൗണ്ട്, അതായത് 24 hours ഇവിടുന്ന് സ്വീഡനിൽ നിന്ന് തിരിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 48 പൗണ്ടാണ് ആയത്. മക്കൾക്ക് ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു
ഏതെങ്കിലും ഒരു കോച്ചിൻ്റെ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വരാൻ കുറച്ച് സമയം പിടിക്കും. യൂറോപ്പിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മൾ മറക്കാതെ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടാണ്. കാരണം ഏത് സമയത്തും എന്തെങ്കിലും ഒരു ചെക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷെങ്കൻ വിസ പ്ലസ് നമ്മുടെ പാസ്പോർട്ട് കാണിക്കാൻ പറ്റിയിരിക്കണം. അങ്ങനെ നമ്മൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഓർസൺ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭയങ്കര എൻജിനീയറിംഗ് മാർവൽ തന്നെയാണ്. കടലിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനത്തെ ഒരു പാലം, അതും മുകളിൽ കൂടെ കാറും റോഡ് ട്രാഫിക്കും അടിയിൽ കൂടെ റെയിൽ ട്രാഫിക്കും. ഇത് പകുതി ദൂരം വെച്ചിട്ട് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡിലേക്ക് ഈ പറഞ്ഞ ഈ 2 ട്രാക്ക് ചേരും. പിന്നെ അണ്ടർഗ്രൗണ്ടാണ് ബാക്കി ഭാഗങ്ങൾ. കാരണം ആ ഒരു ഭാഗത്ത് മറ്റേ കപ്പൽ ചാനലിന് വേണ്ടിയിട്ടാണ്. അതെല്ലാം അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ഞങ്ങളിതാ സ്വീഡനിലെത്തിയിരിക്കുകയാണ്. ഒരു പാലത്തിൻ്റെ അപ്പുറമാണ് ഡെൻമാർക്ക് സ്വീഡനും. ഇതാ ഓർസൺ ബ്രിഡ്ജ് കഴിഞ്ഞ് നേരെ നമ്മളിതപ്പോൾ സ്വീഡനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Sorry. അങ്ങനെ വെൽക്കം ടു സ്വീഡൻ. അപ്പോൾ നമ്മളിവിടെ മാൽമോ സെൻട്രൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് സ്വീഡനിൽ. അപ്പോൾ നമ്മൾ ഈ മാൽമോ എന്ന് പറഞ്ഞ സിറ്റി എക്സ്പ്ലോർ ചെയ്യലാണ് നമ്മുടെ ആക്ച്വലി ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ മാൽമോയിലേക്ക് പോകാം. ഈ മാൽമോസി ഒരു നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. നല്ല 5 സ്റ്റാർ ഹോട്ടൽ ലുക്കാണ്. ഇതിൻ്റെ ഈ ട്രാക്കിൻ്റെ ഒരു വശത്ത് കുറേ പ്രൊജക്ടർ വെച്ചിട്ട് ഒരു ട്രെയിനിൻ്റെ പുറത്തേക്ക് കാണുന്ന പോലത്തെ ഇമേജസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം മാൽമോ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽമോ കാസിലാണ്. അപ്പം ഈ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1.4 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വീഡൻ കൊള്ളാം, നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഒരു സ്വീഡനിലാണ് ഉദ്ദേശിച്ച മാൽമോ കൊള്ളാം. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് സിറ്റി. തിരക്കും പ്രശ്നമൊന്നും കാണുന്നില്ല. നല്ല ക്ലീനായിട്ടുണ്ട് സറൗണ്ടിങ്സ് എല്ലാം. അങ്ങനെ ഞങ്ങളിതാ മാൽമോ കാസലിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കാസലിന് ചുറ്റും നമ്മുടെ കിടങ്ങ് പോലെ ഫുൾ വെള്ളം ഉള്ളൊരു സ്ഥലം. പിന്നെ നമുക്കിത് ഈ സൈഡിലൊരു റെയിൽവേ ട്രാക്ക് കാണാം. ഇത് ട്രാമിൻ്റെ ആവാനാണ് ചാൻസ്. ഇപ്പോൾ അത് ഓൾറെഡി യൂസിലുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഈ കാസലിനുള്ളിൽ കയറാൻ ടിക്കറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാൽമോ കാസലിന് മൊത്തത്തിലൊരു ഓട്ട് കമ്പനീൻ്റെ ലുക്കാണ്. ഫുൾ ബ്രിക്ക് വെച്ചുണ്ടാക്കിയൊരു ആർക്കിടെക്ചറാണ്. അത്ര പഴക്കമുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. 400 വർഷം പഴക്കം എന്നാണ് ഇത് കാണിച്ചത്. ഇതെല്ലാം നമുക്ക് പോയി നോക്കാം.
മാൽമോ കാസലിൻ്റെ അകത്ത് ഒരു മാൽമോ മ്യൂസിയം ഉണ്ട്. അപ്പോൾ മാൽമോ മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അക്വേറിയം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മാൽമോ മ്യൂസിയം കാസലും കണ്ടതിന് ശേഷം പിന്നെ ഹൈലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അത് മാൽമോന്ന് ട്രെയിനാണെങ്കിൽ രണ്ട് സ്റ്റോപ്പ് കണ്ടുള്ളൂ. ഞങ്ങൾ ആക്ച്വലി ബസ് എടുക്കാമെന്ന് വിചാരിച്ചു, സ്വീഡനിലെ ബസ്സിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈലിയിൽ എംപോറിയം എന്ന് പറഞ്ഞൊരു മോളുണ്ട്. അതൊരു നല്ലൊരു മോഡേൺ മോളാണെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അവിടേക്കാണ് ഞങ്ങളുടെ അടുത്ത ജേർണി. മിക്കവാറും ആ മോള് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഓർസൺ ബ്രിഡ്ജിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് ചിലപ്പോൾ പോകും, ടൈം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നേരെ നമ്മൾ കോപ്പൻഹേഗനിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ ഞങ്ങളിതാ ഹൈലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ് എംപോറിയ ഷോപ്പിംഗ് സെൻറ്റർ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു വലിയൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്. ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് എൻട്രൻസിലെ ഈ ഒരു വിയേർഡ് ഷേപ്പ് പറഞ്ഞത് ഭയങ്കര ഫേമസ് ആണ്. നല്ല രസമുണ്ട്. നല്ല മഞ്ഞ കളർ ഗ്ലാസ്സാണ് പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് നേരെ വെളിച്ചടിക്കുമ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് പരിപാടി. ഏതായാലും കൊള്ളാം. എംപോറിയ മോളിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഇതേപോലത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു പാർക്ക് പോലെ അവർ ആക്ച്വലി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്രാസും കുറച്ച് കളിക്കുന്ന സ്ഥലങ്ങളെല്ലാം ആയിട്ട്. അപ്പം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന ഓർസൺ ബ്രിഡ്ജ് കാണാൻ പറ്റും ദൂരെ. ഈ ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ എൻ്റെ ഫോണിൽ സൂം ക്യാമറയിൽ എടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ. ഇവിടുന്ന് ഒരു നല്ല ദൂരത്താണ്, എന്നാലും കുഴപ്പമില്ലാത്ത നല്ലൊരു വ്യൂ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഹൈലി മാൽമോ സിറ്റി മൊത്തം ഇവിടുന്ന് കാണാൻ പറ്റും. ഈ പറഞ്ഞ ഈ ടോപ്പ് ഫ്ലോറിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഒബ്സർവേറ്ററി പോലെ കുറച്ച് ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട്. അവിടെ 2-3 ടെലിസ്കോപ്പും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടും സൂംഡ് ആയിട്ടും കാണാൻ പറ്റും. ഏതായാലും കൊള്ളാം, നല്ലൊരു സെറ്റപ്പാണിത്.
അങ്ങനെ ഞങ്ങളിതാ എംപോറിയം മോളിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു വിടുന്നു. പിന്നെ ഞാൻ കാണിച്ച പോലെ ടോപ്പ് ഫ്ലോറിൽ പോയി ബ്രിഡ്ജൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് കോപ്പൻഹാഗനിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഇരിക്കുന്നത്. മെട്രോ അല്ല, നോർമൽ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത്. അപ്പോൾ ട്രെയിൻ പിടിച്ച് ഞങ്ങൾ ഡേ പാസ്സാണ് എടുത്തത്. 24 hours ഡേ പാസ്സാണ് എടുത്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും ഒരു രാജ്യം കൂടി കവർ ചെയ്തു. സ്വീഡൻ അത്യാവശ്യം നല്ല കാമായിട്ടുള്ളൊരു രാജ്യമാണ്. ഇനി തിരിച്ച് പോണ വഴിക്ക് എനിക്കറിയില്ല മറ്റേ ആ ഒരു ബ്രിഡ്ജിൻ്റെ സീൻസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പറ്റുമെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡേ 3 അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സോ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത്. നമുക്ക് കാണാം കോപ്പൻഹാഗൻ എയർപോർട്ട് അത്യാവശ്യം നല്ല എയർപോർട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ 4 days ഓഫ് ഡെൻമാർക്ക് ട്രിപ്പും 1 day ഞങ്ങൾ സ്വീഡനിൽ പോയി. അത് കഴിഞ്ഞു. മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ക്യൂട്ട് ലിറ്റിൽ ട്രിപ്പായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ് 2 ബേബീസിനുമായിട്ട്. ഒരാൾ വളരെ ചെറുതും ഒരാൾ ടോഡ്ലർ ഫേസിലുള്ള ആളും. അപ്പം രണ്ടാൾക്കും രണ്ടാളുടേതായിട്ടുള്ള ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളും വിചാരിച്ച് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ നന്നായിട്ട് തന്നെ പോയി. ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ആകെയുള്ളൊരു പ്രശ്നം നമ്മൾ എയർബിഎൻബി അല്ല എടുത്തത്. അതുകൊണ്ട് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ഇഷ്യൂ ഞങ്ങൾക്ക് ഉണ്ടായി. പാക്കറ്റ് ഫുഡ് വാങ്ങിക്കുമ്പോൾ ഞാനത് കൊടുക്കാത്ത ആളായതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അല്ലാതെ പിന്നെ അവന് ടേസ്റ്റൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അല്ലാതെ മൊത്തത്തിൽ നല്ലതായിരുന്നു. ട്രിപ്പ് വാസ് റിയലി ഗുഡ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ സിറ്റിയാണ് കോപ്പൻഹാഗൻ. വളരെ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ചും കൂടി സേഫായിട്ട് തോന്നി. ആൾക്കാരാണെങ്കിലും നല്ലതാണ്. സോ ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന് മാത്രം ഒന്നും കാണാനില്ല. അത് കോപ്പൻഹാഗനിൽ ആ ഒരു സിറ്റിയിലുള്ള ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. പക്ഷേ യൂറോപ്പിലുള്ള ഒരാളാണ്, UK ഒരാളാണ്, നിങ്ങൾക്ക് ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് ഡെൻമാർക്ക് ആൻഡ് സ്വീഡൻ. സ്വീഡൻ കുറച്ചും കൂടി കാണാനുണ്ടെന്ന് കേട്ടു. ഞങ്ങളാകെ മാൽമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി സിറ്റിയിൽ പോയിട്ടുള്ളൂ സ്വീഡനിൽ. അല്ലാതെ സ്വീഡനിൽ ഒരുപാടുണ്ട് കാണാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ വൈകാതെ തന്നെ അടുത്ത ട്രിപ്പുമായിട്ട് വരും. കാരണം നമ്മളുടെ മെയിൻ ട്രിപ്പ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അതെവിടെയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നെ പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു സോ മച്ച്. ബൈ.